ഗുരു പരം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏത് ശ്ലോകം? അത് കഴിഞ്ഞില്ലേ? ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യോ വിലക്ഷണം തദ്വൃത്തി സാക്ഷിണം വിദ്യാത് ആത്മാനം രാജവത്സദാ. രാജാവിനെ പോലെ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ ശ്ലോകം പറഞ്ഞത്. തൻ്റെ കീഴിലുള്ള മന്ത്രിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും വ്യവഹാരങ്ങളെ സാക്ഷി മാത്രനായിട്ട് എപ്രകാരമാണോ വീക്ഷിക്കുന്നത്, അതേ സമയത്ത് സർവോപാധികളിൽ നിന്നും സ്വതന്ത്രനാണ്. പ്രജകളിൽ നിന്ന് ഭിന്നനായിട്ട് രാജാവ് എപ്രകാരം രാജാവായിട്ട് നിലകൊള്ളുന്നുവോ അതുപോലെ ആത്മാവ് സർവ ഉപാധികളിൽ നിന്നും എന്താണ് വേർപെട്ടുകൊണ്ട് തന്നെ നിലകൊള്ളും, സ്വതന്ത്രനാണ്. ശരീരം, ഇന്ദ്രിയം മുതലായവയുടെ വ്യവഹാരങ്ങൾക്ക് ആത്മാവ് സാക്ഷിയായി വർത്തിക്കുന്നു. അവിടെ അതേ സമയത്ത് സച്ചിദാനന്ദ സ്വരൂപനാകയാൽ അവയിൽ നിന്നെല്ലാം ഭിന്നനുമാകുന്നു. അതാണ് അവിടെ ഉറപ്പിക്കുന്നത്. സാക്ഷി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള സാക്ഷി എന്ന് ഇനിയും നിർവചിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, സംശയം. എന്താണ്? എങ്കിൽ ഞാൻ ഇരിക്കുന്നു, ഞാൻ നടക്കുന്നു, എനിക്ക് വിശപ്പുണ്ട് എന്നൊക്കെ നമുക്ക് ബോധമുണ്ടാകുന്നത് എന്തുകൊണ്ട്? ആത്മാവിനെ ഇതൊന്നും വിശപ്പ് ബാധിക്കുന്നില്ലെങ്കിൽ, നടക്കൽ ബാധിക്കുന്നില്ലെങ്കിൽ, ഇരിക്കൽ ബാധിക്കുന്നില്ലെങ്കിൽ ഈ വ്യവഹാരങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ആത്മാവിൽ ആരോപിക്കുന്നത്? കാരണം എൻ്റെ വയറ് വിശക്കുന്നു എന്നല്ല, കാല് നടക്കുന്നു എന്നല്ല, കൈ നടക്കുന്നു എന്നല്ല പറയുന്നത്. ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, അല്ലേ, എനിക്ക് വിശക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അതിനെ അവതരിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട്. അതെന്തുകൊണ്ട്? വ്യാപൃതേഷീന്ദ്രിയേഷ്വാത്മാ വ്യാപാരീ വാ വിവേകിനാം ദൃശ്യതേ പ്രേഷു ധാവൽസു ധാവന്നിവ യഥാ ശചീ. എപ്രകാരമാണോ മേഘങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ ഓടുന്നത് പോലെ തോന്നുന്നത്, അല്ലേ? മേഘങ്ങൾ ഓടുന്ന സമയത്ത് ചന്ദ്രനാണ് ഓടുന്നത് എന്ന് എന്തുകൊണ്ട് തോന്നുന്നു? മേഘം ഓടുന്നതായിട്ടല്ല തോന്നുന്നത്. പെട്ടെന്ന് എന്താ നമ്മൾ വിചാരിക്കുന്നത്? ചന്ദ്രൻ അതാ ഓടുന്നു. പിന്നെയാണ് എന്ത് ബുദ്ധിശൂന്യത ഞാൻ ഉപയോഗിച്ചത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ശരിക്കും സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് എന്ത് മേഘമാണ് ഓടുന്നതെന്ന് മനസ്സിലാവുന്നത്. അല്പസമയം ഒന്ന് ഭ്രമിച്ചു പോകും പെട്ടെന്ന്. ഇതുപോലെ അപ്രകാരം ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുമ്പോൾ ആത്മാവ് വ്യാപരിക്കുന്നത് എന്ന പോലെ ആർക്ക് തോന്നുന്നു? ബ്രഹ്മചാരികൾക്ക് തോന്നും. മനസ്സിലായില്ലേ? ഭ്രമത്തിൽ ചരിക്കുമ്പോൾ, ഭ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അവിവേകികൾക്ക് തോന്നുന്നു. ആത്മാവിന്റെ നിഷ്ക്രിയത്വം, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത്, ദേഹേന്ദ്രിയാദി വ്യാപാരം ആത്മാവിൽ അധ്യാരോപിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണെന്ന ശങ്കയ്ക്ക് സമാധാനമരുളുകയാണ് അടുത്ത ശ്ലോകം. ഓരോന്ന് ക്രമികമായിട്ട്. എന്താ മനസ്സിലായത്?
അതുപോലെ തന്നെ ആത്മാവിന്റെ നിഷ്ക്രിയ ദേഹേന്ദ്രിയാദി വ്യാപാരം ആത്മാവിൽ അധ്യാരോപിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണെന്ന ശങ്കയ്ക്ക് സമാധാനം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെയല്ല എന്ന് പറയുന്നതിന് സമാധാനമല്ലാണ്. എന്താ? ആത്മചൈതന്യമാശ്രിത്യ ദേഹേന്ദ്രിയ മനോധിയ സ്വകീയാർത്ഥേഷു വർത്തന്തെ സൂര്യാലോകം യഥാ ജനാ. ചേതനമായ ആത്മവസ്തുവിൽ എന്ത് ചെയ്യുന്നു? സാന്നിധ്യത്തിൽ അവയ്ക്ക് വ്യാപാരശേഷി ഉണ്ടാകുന്നു. ആർക്ക്? സൂര്യന്റെ പ്രകാശത്തിൽ തന്നെ ഒരാള് മോശം കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരാൾ ചീട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ മദ്യം സേവിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഒരാളോ ഇവിടെ ആത്മോപദേശം കേൾക്കും. അതുകൊണ്ട് ചേതനമായ ആത്മവസ്തുവിന്റെ സാന്നിധ്യത്തിൽ അതേപോലെ തന്നെ അവയ്ക്ക് വ്യാപാരശേഷി ഉണ്ടാകുന്നു. ആർക്ക്? കൈയും കാലും കണ്ണും നാക്കും മൂക്കും തൊക്കും ഒക്കെ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും രുചിക്കുകയും വാസനിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒപ്പത്തിനൊപ്പം കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് എടുക്കുകയും നടക്കുകയും വിസർജിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യാൻ കാരണം എന്താണ്? അത് എങ്ങനെ, എന്ത് എന്നുള്ളതൊക്കെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അല്ലാതെ അതിൽ ആരോപിക്കരുത്. നമ്മുടെ ചെയ്തികളെ അതിലേക്ക് ആരോപിക്കരുത്. ഇതിന് ഉദാഹരണം പറയുന്നത് ഇവിടെ ഈ കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് കാന്തിക ശക്തി എടുക്കുന്നത് പോലെ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുന്നു? ഇരുമ്പ് ചലിക്കുന്നത് പോലെ. വേറൊരു ഉദാഹരണം പറഞ്ഞത് സൂര്യലോകം. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സൂര്യലോകം യഥാ ജനാഹ, സൂര്യന്റെ വെളിച്ചത്തെ ആശ്രയിച്ചിട്ട് സൂര്യന്റെ വെളിച്ചത്തെ ആശ്രയിച്ചിട്ട് അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് പോലെ, സൂര്യന്റെ പ്രകാശത്തെ ആശ്രയിച്ചുകൊണ്ട് അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് പോലെ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ദൃഷ്ടാന്തം ആണ് ഏത്? ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. ഏത്? നമ്മുടെ പുണ്യവും പാപവും ഒക്കെ ആര് ഏറ്റെടുത്തു? ഉണ്ടാണല്ലോ, ക്രിയകളൊക്കെ ചെയ്യുന്ന അങ്ങനെയല്ലേ. പ്രാണികളുടെ പുണ്യപാപരൂപമായ കർമ്മഫലങ്ങൾ ആത്മാവിനെ ബാധിക്കില്ലെന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത്. എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിന് നല്ലതും ചീത്തയും ഉണ്ടാവുമല്ലോ. ഇത് തത്വബോധത്തിൽ പഠിച്ചതാണ്. അതിനെ ഒന്നുകൂടി നിർവചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കർമ്മം എന്ത് ചെയ്താലും ആ കർമ്മത്തിന് അവശ്യം ഫലം സംഭവ്യമാണ്, അല്ലേ? അത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും. സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് ഗീത 2-ാം അധ്യായത്തിൽ. നൈഹ അവിക്രമനാശോസ്തി അല്ലേ? നേഹാവിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നൈഹ ഇവിടെ ഇല്ല. ഇത് അവിക്രമനാശം എന്നുള്ള ദോഷമില്ല, പ്രത്യവായം എന്ന ദോഷവും ഇല്ല. എന്തുകൊണ്ട്? സ്വൽപ്പമെങ്കിലും നല്ലത് ചെയ്തവന് എന്തുണ്ടാവും? മഹത്തായ ഭയത്തിൽ നിന്നുപോലും അവൻ രക്ഷപ്പെടും, അവൻ ഉയർത്തപ്പെടും. അപ്പൊ നമ്മളെ ഉയർത്താനും നമ്മെ താഴ്ത്താനും നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് തന്നെ കഴിയുള്ളൂ, അല്ലാതെ ഈശ്വരൻ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും എന്ന് പേരിട്ടിരിക്കുന്നത് എന്ന് ചോദ്യം വരികയാണ്. പ്രാണികളുടെ എന്ന് പറയുമ്പോൾ പ്രാണം യസ്യ അസ്ഥീതി പ്രാണി, പ്രാണൻ ആർക്കുണ്ടോ അയാളാണ് പ്രാണി. നമുക്കൊക്കെ പണ്ട് നാളുള്ള വെപ്പ്, പ്രാണം പോയാൽ നമ്മളൊക്കെ പോയില്ലേ? പ്രാണം പോയാലല്ലേ മരിക്കണില്ലേ? അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പ്രാണ യസ്യ അസ്ഥി ഇതി പ്രാണി. അപ്പൊ പ്രാണൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പ്രാണൻ പോയാൽ എന്തായി? ചത്തുപോയി.
അപ്പൊ പ്രാണി എന്ന് പറയുമ്പോൾ ഇവിടെ ശാസ്ത്ര ചർച്ച ചെയ്യുന്നതിൽ പ്രാണി മനുഷ്യനാണ്. നമുക്ക് അതെടുത്താൽ മതി. ബാക്കിയെല്ലാം ഇല്ല എന്നല്ല. ട്യൂബ്ലൈറ്റിന്റെ അടുത്തേക്ക് പാറി നടക്കുന്ന പ്രാണികളെ അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ പ്രാണി എന്നുള്ളത് കൊണ്ട് ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പ്രാണികളുടെ പുണ്യപാപ രൂപമായ കർമ്മഫലങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ലെന്ന് കൂടി മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ആത്മചൈതന്യമാശ്രിത്യ ദേഹേന്ദ്രിയ മനോദയ സ്വകീയാർത്ഥേഷു വർത്തന്തെ സൂര്യാലോകം യഥാ ജനാഹ എന്ന് പറഞ്ഞത്. നേരിട്ടുള്ള കർത്തൃത്വം സൂര്യൻ പ്രാണികളുടെ സങ്കല്പം മാത്രമല്ലേ സൂര്യനാണ് നേരിട്ട് കർത്തൃത്വം നൽകുന്നതെന്ന്? സൂര്യൻ എനിക്ക് ചൂടും വെളിച്ചവും തരുന്നു, അത് നമ്മുടെ സങ്കല്പം മാത്രമല്ലേ? എന്താ നമ്മളല്ലേ കൽപ്പിക്കുന്നത് സൂര്യൻ എനിക്ക് ചൂടും വെളിച്ചവും തരാൻ വേണ്ടിയാണ് ഉദിച്ചത് അല്ലേ? അതേപോലെ ഈശ്വരൻ എനിക്ക് എന്ത് ചെയ്തു? കിലുക്കിയപ്പോഴേക്ക് അല്ലേ പുണ്യം അല്ലേ? അല്ല ഒരുപാട് കൊടുത്തപ്പോഴേക്ക് എന്തായി? പുണ്യം കിട്ടി. ഇല്ലെങ്കിലോ അന്തോലഞ്ഞു പോട്ടെ, പാപം, മഹാപാപം. ഇപ്രകാരം ഈശ്വരൻ കൽപ്പിക്കുന്നില്ല. അഥവാ ആത്മതത്വത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എങ്കിൽ വേറെ എന്തെങ്കിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. ചിലതൊക്കെ കിട്ടിയാൽ അല്ലേ കൈമടക്കിന് അല്ലേ കൈമണിക്ക് വീഴുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള നമ്മൾ പറയില്ലേ കോടീശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈശ്വരൻ ഉദ്ദേശിച്ചത് ആത്മതത്വത്തെ ഒന്നല്ല അല്ലേ? മറ്റെന്തെങ്കിലും കഴിവിൽ നമ്മെക്കാളും കഴിവുള്ള ആളെ നമ്മൾ ഈശ്വര പദത്തെ ഉപയോഗിച്ചുകൊണ്ട് വ്യവഹരിക്കാറുണ്ട്. അങ്ങനെയൊക്കെയോ നമ്മെക്കാളും കഴിവുള്ള പല ആൾക്കാരെയും നമുക്ക് അങ്ങനെ വിളിക്കാം അല്ലേ? ഇങ്ങനെ വലിയ വലിയ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ കിട്ടാൻ എന്തുണ്ടാവും? ഇങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ പരം തത്വത്തെ അപേക്ഷിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അതായത് ആത്മതത്വത്തെ ഇത് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? നേരിട്ട് കർത്തൃത്വം ആത്മാവിൽ ആരോപിച്ചുകൂടാ. അതുകൊണ്ട് പുണ്യപാപങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല, ഉറപ്പിക്കണം. അപ്പോഴാണ് അവിടെ ചോദ്യം വരിക. ചോദ്യം വന്നു, പിന്നെ എങ്ങോട്ടതൊക്കെ പോണത്? അതിന് അവിടെ ഉത്തരം തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം എവിടെ പോവും? എവിടെ പോവും? നമ്മൾ എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മം ചെയ്തിട്ട് നമ്മൾ വലിയ ആളായിട്ട് ഇരിക്കുകയാണെങ്കിൽ, കാരണം പാപകർമ്മം ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവര് നമ്മളെ പൂജിച്ചാൽ മതി. അപ്പൊ എന്താവും? ആ പുണ്യത്തിന്റെ ഫലമൊക്കെ അല്ലാതെ എവിടേക്കത് പോകണ്ടേ? ആരാണോ അവരെ നമസ്കരിക്കുന്നത് അവർക്ക് കിട്ടുന്നു. ആര്? ജ്ഞാനി ദേഹം ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യകർമ്മത്തിന്റെ ഫലം ആർക്ക് കിട്ടുന്നു? ആ ജ്ഞാനിയെ നമസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്നു. അപ്പൊ ജ്ഞാനിയായാലും അജ്ഞാനിയായാലും പുണ്യകർമ്മം ഉണ്ടെങ്കിൽ പാപകർമ്മം ഉണ്ട്. എന്താ ബാലൻസ് ശരിയാവണമെങ്കിൽ എന്ത് വേണം? ശരീരം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ടാവും, കാണപ്പെടുന്നില്ലെങ്കിലും അല്ലേ? നല്ലത് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് തുടച്ചപ്പോഴേക്കും എന്തായി? എത്രയോ പാപകർമ്മങ്ങൾ ചെയ്തു അല്ലേ? അടിക്കുമ്പോഴും അതെ. ഇപ്പൊ ഇവിടെ കുറെ ജീവികളുണ്ട്, കുറെ സൂക്ഷ്മാണുക്കളുണ്ട്, അവയെ കൊല്ലണം വിചാരിച്ചിട്ടൊന്നല്ല ചെയ്തത്. എന്നാലും നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ലേ അത്? ചീത്ത കർമ്മങ്ങൾ ഉണ്ടാവില്ലേ? പൂർണ്ണമായി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ആർക്കാ കഴിയുക? നമ്മൾ വലിയൊരു ഒരു മഹാത്മാവിനെ കാണാൻ വേണ്ടി പോണ സമയത്ത് കുറെ പഴം പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോ ആ പ്ലാസ്റ്റിക് കൊണ്ടുപോകണ്ടേ അല്ലേ? അതുപോലെ എന്തിനെല്ലാം കൊണ്ടുപോണ്ടത്. ഇനിയിപ്പോ ഈ പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ എത്ര മാലിന്യങ്ങൾ എടുക്കുന്നുണ്ടാവും അല്ലേ? ശബ്ദ മലിനീകരണം അല്ലേ?
ഏതെങ്കിലും വിധത്തിൽ പൂർണ്ണമായിട്ടും പുണ്യകർമ്മങ്ങൾ എന്ന് പറയാൻ ഒരു നാവിനും കഴിയില്ല. അപ്പോ ജ്ഞാനിയായാലും അജ്ഞാനിയായാലും എന്തുണ്ട്? പുണ്യമുണ്ടെങ്കിൽ പാപമുണ്ട്. അപ്പൊ പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ആർക്ക് കിട്ടും? നിന്ദിക്കുന്നവർക്ക് കിട്ടും. അവർക്ക് രണ്ടും വേണ്ട. അവര് പുണ്യം വേണ്ട, പാപം വേണ്ട. ഒന്നും ചെന്ന് തന്നോട് പറ്റാതെ, ഒന്നിനും ചെന്ന് താനും വലയാതെ കൈ കഴുകി വേണ്ട ഒരിടത്തോട്ടെ. എപ്പോഴെങ്കിലും ഒരു പുണ്യഫലം എനിക്ക് ലഭിക്കണം, ഈ ഞാൻ നല്ല കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താ എന്നെ വന്ദിച്ചൂടെ എന്ന് തോന്നിപ്പോയോ എങ്കിലെന്തായി? പറഞ്ഞ മനസ്സിലായില്ല? അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ തോന്നിപ്പോയോ എന്നാലെന്തായി? പാപകർമ്മങ്ങളും വന്നു ചേരും. ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്നും തോന്നണ്ടേ? ഇല്ലെങ്കിൽ ഒന്നും തോന്നരുത്. കാറൊളി തെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, താരകാ മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. വന്ദിച്ചാലും ശരി, നിന്ദിച്ചാലും ശരി, ഇതാണ് ഞാൻ. അല്ലെങ്കിൽ എന്തുണ്ടാവും? വന്ദിക്കുമ്പോഴേക്ക് വളരെ പൊന്തിച്ചാൽ നിന്ദിക്കുമ്പോ അപ്പൊ വിഷമിക്കേണ്ടി വരും. നിന്ദിക്കുമ്പോ എന്ന് പറഞ്ഞതിനർത്ഥം അയാൾക്ക് നമ്മെ പോലത്തെ തന്നെ എന്തുണ്ടാവും? സുഖവും ദുഃഖവും മാനവും അപമാനവും നിന്ദയും സ്തുതിയും ചൂടും തണുപ്പും ഒക്കെ മാറി മാറി വരും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരാളുടെ രോഗം വന്നാലും അയാൾക്ക് അസുഖമാവില്ല. എന്താ? രോഗം വന്നില്ലെങ്കിലും അസുഖം ഉണ്ടായെന്നും വരും. അല്ലാതെ ശരീരസംഘാതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ആ പ്രശ്നങ്ങൾ തന്നെ ബാധിക്കാതെ അവിടെയാണ് അത് ശരി. അപ്പൊ ബാഹ്യമായ ലോകം എങ്ങനെ കാണുക? ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരാള് ആത്മബോധം പഠിക്കാൻ വരികയാണ്. അയാള് ബാഹ്യമായിട്ട് അയാള് വളരെ ഉന്നതിയിലാവണം. അത് കണ്ടാലേ ആൾക്കാർ വരും ബാഹ്യലോകത്തിന്റെ മുന്നിൽ, അല്ലേ? അങ്ങനെയല്ലേ? ആന്തരികമായിട്ട് എന്തുണ്ട്? നല്ല നോക്കുണ്ടാവുക. അയാൾ അവിടെ എല്ലാ ദിവസവും ക്ലാസ്സിന് പോയിട്ടും അയാൾക്ക് ഇപ്പൊ ഒരു മാറാരോഗമാണ് പറയാം, ഇങ്ങനെ ആയിരിക്കും അല്ലേ? ആ രോഗത്തിനോട് അയാൾക്കുള്ള സമീപനം എന്ത്? എന്താ? അതാരും നോക്കുന്നില്ല. നല്ലത് ചെയ്താൽ എവിടെ കാണണം? തൃപ്തിയുള്ള കർമ്മം നമ്മൾ ചെയ്താൽ, ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാണെങ്കിൽ ആ ജോലി അയാൾ ശരിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണോ നല്ലത് കാണുക? വ്യക്തിപരമായുള്ള വളർച്ചയുണ്ടാവും, സമാജത്തിനും വളർച്ചയുണ്ടാവും. വ്യക്തിപരമായ വളർച്ചയുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, അത് വ്യക്തിയിൽ കാണണം. പ്രസന്ന ഭാവം ഉണ്ടാവണം. ആ ജോലി ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും അതിന്റെ സംതൃപ്തി അയാളിൽ കാണണം, ശാന്തി അയാൾ കാണണം, സമാധാനം അയാൾ കാണണം. ഒന്നിനാലും ബാധിക്കപ്പെടാത്ത ആ ഒരു ഭാവം അയാൾക്കുണ്ടെങ്കിൽ, ആ അന്തശീതളിമയുണ്ടെങ്കിൽ, ഇത് ശാസ്ത്രം പറയുക അന്തശീതളിമാണ്, അതുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ ചെയ്യുന്ന ജോലി ഈശ്വര പൂജയാണ്. എന്താ? പുണ്യത്തിനുള്ളതല്ല, പാപത്തിനുള്ളതല്ല, നിഷ്കാമ കർമ്മമാണ്, ഈശ്വര പൂജയാണ്. ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ലാതെ ചെയ്യപ്പെടുന്നതിന് മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും നൽകൂ. ബാഹ്യമായ ലോകം കാണും അങ്ങനെയല്ല. അയാൾ ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ടും ഇത്രയും കാലം ഇതൊക്കെ പഠിച്ചിട്ടും എന്തായി? അയാൾക്ക് ഇപ്പോഴും ദാരിദ്ര്യം. മറ്റേ ദാരിദ്ര്യം ഉണ്ടെങ്കിലും എന്തുണ്ടാവും? അയാൾക്ക് അതില് ശാന്തിയും സമാധാനം ഉണ്ടാവും. മറ്റൊരുപാട് ഉന്നതി ഉണ്ടാവും ബാഹ്യമായിട്ട്, പക്ഷെ ഉള്ള എങ്ങനെയായിരിക്കും? ഒരു ശാന്തിയും സമാധാനവും. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടുണ്ടാ കാര്യം? ഇത് തെറ്റാണെങ്കിൽ ശാസ്ത്രം തെറ്റാവോ ഇല്ലേ? ഈ പണിക്കാരെങ്കിലും കിട്ടുമോ? ദുർഗതി ദുരിതമാണീ ഭക്തനു തന്നരുളിയിടുവതെങ്കിൽ ദുർഗാനാമമുരപ്പതിനാരും മുതിരുകയില്ലിനിമേൽ. ശാസ്ത്രീയമായിട്ട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അത്
അതുകൊണ്ടുള്ള ഗുണം വന്നിട്ടില്ലെങ്കിൽ അത് ആർക്കാ ദോഷം? ആ അതിദേവതയ്ക്ക്. ആർക്ക്? ആരാണോ അത് നിയോഗിച്ചത്. ആത്മാവിൽ ആരോപിക്കരുത്. അവിടേക്കൊന്നും പോണില്ല. അതെ, ഞാൻ ചെയ്തത് എങ്ങനെ ഒരു ചുമരിലേക്ക് ഒരു പന്തടിച്ചു കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടുകൂടി അത് തിരിച്ചടിക്കുന്നത് പോലെ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നല്ലതായാലും ചീത്തയായാലും ഭാവം എപ്രകാരമാണോ അപ്രകാരം. ആ ദൃഷ്ടാന്തം പൂർണ്ണമല്ല. എന്തുകൊണ്ട്? ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമാവില്ലല്ലോ. ഏകദേശ ബോധകത്വമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ ആ ഭാവം എന്താണോ, അല്ല ചെയ്യുന്ന പ്രക്രിയയല്ല. അത് ചെയ്യലും അങ്ങനെ തന്നെയല്ലേ. കിട്ടുന്നത് മാത്രമല്ല, ഇപ്പൊ ബാഹ്യലോകം കാണുന്നത് കാഴ്ചയ്ക്ക് കാണുന്നത് എന്നതാണ് കേമം എന്ന് പറയുന്നത് പോലെ തന്നെ ചെയ്യുന്ന കർമ്മം നോക്കിയിട്ട് അയാൾ ചെയ്യുന്ന നല്ലതോ ചീത്തയോ എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഡോക്ടറൊക്കെ ചരിത്രം എടുത്തതില്ലേ. ഒരു മുഴ കണ്ടു, ഡോക്ടർ എന്ത് ചെയ്തു? അല്ല, ഒരാൾ എന്ത് ചെയ്തു? അല്ലേ, കുത്തി അല്ലേ, അവിടെ ഒരു മുഴ ഉണ്ടായിരുന്ന ആൾ ഡോക്ടറായിരുന്നു. വേറൊരാളോ നല്ല ഉദ്ദേശത്തോടെ, മറ്റതോ ഇതൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതുപോലെ ഒരാളുടെ ആ പ്രവൃത്തി ഈ ബാഹ്യമായ കാര്യം കണ്ടിട്ട് മാത്രം അയാൾ ചെയ്യുന്ന നല്ലതോ ചീത്തയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാൾ നമസ്കരിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഒരാൾ നമസ്കരിക്കുന്നത് നല്ല ഉദ്ദേശത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഇനി വേറെ ഒന്നുണ്ട്. സാമാന്യമായ നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരെ കുറെ കൂടുതൽ പുകഴ്ത്തുന്നുണ്ടോ ഒപ്പം ഉറപ്പാണെന്ത് എന്തോ കാര്യം അയാൾക്ക് നേടാനുണ്ട് എന്ന് ഊഹിക്കണം. മുന്നിൽ നിന്നിട്ട് കുറേ പുകഴ്ത്തുന്നുണ്ടെങ്കിലേ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ നല്ല ആളാട്ടോ, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് ആരെങ്കിലും മുഖത്ത് നോക്കി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾക്ക് എന്തോ ഒരു കാര്യം നേടാനുണ്ടാവും. ഇല്ലേ? ഇങ്ങനെ തലയൊക്കെ ചോർന്ന് ഇങ്ങനെ നിൽക്കുന്നില്ലേ? അപ്പോൾ ഉറപ്പാണ് എന്തോ കാര്യം നേടാനുണ്ട്. അപ്പൊ ബാഹ്യമായ പ്രവൃത്തി കൊണ്ട് മാത്രം ഒരിക്കലും അയാൾ ആന്തരികമായ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ആന്തരികമായ ഭാവം ശുദ്ധമാണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താണ്? പ്രാണികളുടെ സർവ്വചേഷ്ടകളും പുണ്യപാപ രൂപമായതെല്ലാം എന്തായി? പുണ്യായില്ലേ? പിന്നെ പാപമില്ലല്ലോ, അവിടെ നല്ലതായില്ലേ? വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ അമ്പലത്തിലോ അല്ലെങ്കിൽ യജ്ഞസ്ഥലികളിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഇതിവിടെ നല്ല കർമ്മം ചെയ്യാനാണ് പോണത് എന്ന് പറഞ്ഞാലും അവിടെ നല്ല എന്നുള്ള ഒരു ഭാവം എന്നിലില്ലെങ്കിൽ അത് യജ്ഞമാവില്ലല്ലോ. ഇത് തന്നെയാണ് എൻ്റെ ഈശ്വരപൂജ എന്ന ഭാവം ഉണ്ടെങ്കിൽ അതെന്താ? ഈശ്വരപൂജയിൽ യജ്ഞായില്ലേ? ഇല്ലെങ്കിൽ യജ്ഞസ്ഥലികളിൽ ചെയ്യപ്പെടുന്നത് പോലും യജ്ഞമാവില്ല എന്നല്ലേ പഠിച്ചത്? യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുക്ഷമതർപ്പണം എന്ന ഗീത. അവിടെ ഇന്നതേ ഈശ്വരപൂജ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഈ ചെയ്യുന്നത് ഭാവം കൊണ്ടാണ്. മറ്റെന്തെങ്കിലും കിട്ടാനല്ല, പുണ്യം കിട്ടാനാവരുത്. പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ പാപം കിട്ടും. അതുകൊണ്ട് പറയാണ് പുണ്യപാപങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല. പിന്നെ ആരെ ബാധിക്കുന്നു? നമ്മെ ബാധിക്കുന്നു, ചെയ്യുന്ന ആളെ ബാധിക്കുന്നു. പിന്നെയോ അത് ആരാ നിശ്ചയിക്കേണ്ടത്? പുണ്യമാണോ പാപമാണോ എന്ന് അവനവനെ അറിയുള്ളൂ. അവനവനെ എങ്ങനെ അറിയണം? തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവസ്ഥിതവും. കണ്ടറിയാത്തവൻ കൊണ്ടറിയും. അതുകൊണ്ടാണ് ശാസ്ത്രം പ്രമാണമാവുന്നത്. അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് നിശ്ചയിക്കാൻ കഴിയണം, നിശ്ചയിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കാരണം സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അറിഞ്ഞ് കാണിച്ചു കൊടുക്കണം. വ്യാപാരങ്ങളെല്ലാം ശരീരാദികളുടേതാണെങ്കിൽ ഞാൻ ജനിച്ചു, ഞാൻ മരിക്കും, ഞാൻ അന്ധനാണ്, ഞാൻ മുടന്തനാണ് എന്നൊക്കെയുള്ള വ്യവഹാരം എന്തിനെ ആശ്രയിച്ചാണ്? വ്യാപാരങ്ങളെല്ലാം നമ്മുടെ ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വൃത്തികളിലേക്ക്, അതായത് ചെവി കേൾക്കുക എന്നുള്ളതിലേക്ക്, കണ്ണ് കാണുക എന്നുള്ളതിലേക്ക്, നാവ് രുചിക്കുക എന്നുള്ളതിലേക്ക്, ത്വക്ക് സ്പർശിക്കുക എന്നുള്ളതിലേക്ക്, ഇല്ലേ? ഇതൊക്കെ വ്യാപരിക്കാൻ ശരീരാദികളുടേതാണെങ്കിൽ, ശരീരം തുടങ്ങിയവരുടേതാണെങ്കിൽ, ശരീരം തുടങ്ങിയെന്ന് പറയുമ്പോൾ ശരീരം, അന്ധകരണം, ബാഹ്യകരണങ്ങൾ,
മനസ്സ്, ബുദ്ധി, അന്ധകരണം. അതാണ് അന്ധകരണം. ബാഹ്യകരണങ്ങൾ കയ്യ്, കണ്ണ്, നാക്ക്, മൂക്ക്, അതൊക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ജനിച്ചു, ഞാൻ മരിക്കും, ഞാൻ അന്ധനാണ്, ഞാൻ മുടന്തനാണ്. ശരീരത്തിന്റെ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ശരീരത്തിന്റെ ഗുണങ്ങള് ജനിക്കുക, മരിക്കുക എന്നുള്ളത് ഗുണവും അല്ലെ? എന്റെ ഗുണമല്ലേ ഇത്? ആ ഗുണം എന്തായാലും മാറ്റാൻ പറ്റില്ല. ശീര്യതേ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനിക്കുക എന്നുള്ളതും മരിക്കുക എന്നുള്ളതും ശരീരത്തിന്റെ ഗുണമായിട്ട് പറയുന്നു. പിന്നെയോ, പിന്നെന്താ പറയുന്നത്? ഞാൻ അന്ധനാണ്, ഞാൻ മുടന്തനാണ്. ഇതൊക്കെയോ ശരീരത്തിന്റെ ഗുണങ്ങളല്ല. പിന്നെന്താ? അപ്പൊ കൈകൊണ്ട് എടുക്കുക എന്നുള്ളതോ? കൈകൊണ്ട് എടുക്കുക എന്നുള്ളത്, കാലുകൊണ്ട് നടക്കുക എന്നുള്ളത്, ഇതൊക്കെയോ അത് ഗുണാണോ? വേർതിരിച്ച് മനസ്സിലാക്കാണ്ട്. ശരീരത്തിന്റെ ഗുണം എന്ന് പറയുന്നത് ജനിക്കുക, മരിക്കുക എന്നുള്ളത്. അത് ഗുണമാണല്ലോ, മാറ്റാൻ പറ്റില്ലല്ലോ. അത് ഗുണമാണ്. ഗുണം എപ്പോഴും അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതെന്തുണ്ടാവും? ഒരു കർമ്മം. ഒരാൾക്കൊരു കർമ്മം ചെയ്യാം. അപ്പൊ കൈ കൊണ്ട് ഒരു വസ്തു എടുക്കുന്നു. അതേതാണ്? അത് ശരീരത്തിന്റെ ഗുണമല്ല, ശരീരത്തിന്റെ കർമ്മമാണ്. വ്യക്തമല്ലേ അത്? അപ്പൊ ഗുണവും കർമ്മവും അതിനെ പറയാൻ വേണ്ടിയാണ് അടുത്ത ശ്ലോകം അവതരിപ്പിക്കുന്നത്. ഏത്? ഈ ഗുണങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ശരീരം ജനിച്ചു, ശരീരം മരിക്കും എന്ന് വ്യവഹരിക്കേണ്ടത് അത് അല്ലല്ലോ വ്യവഹരിക്കുന്നത്. ആണോ? ശരീരം ജനിച്ചുവോ? ശരീരം ജനിച്ചു എന്നല്ലല്ലോ പറയണേ. ഞാൻ ജനിച്ചു നമ്മൾ പറയണില്ലെങ്കിലും അല്ലേ, വേറെ ആൾ പറയില്ലേ, ഇത് അന്നാൾ ജനിച്ചിട്ടുണ്ട്. അല്ല, ഞാനും ജനിച്ചു എന്ന് ഞാൻ പിന്നെ പറയും അല്ലേ, ഞാൻ ജനിച്ചതാണല്ലോ. അതുകൊണ്ട് ഞാൻ ജനിച്ചു. പിന്നെയോ അടുത്തത് പറയാൻ ചെറിയൊരു പേടിണ്ടാവും. പറയാനില്ലെങ്കിലും ഉറപ്പുള്ളൊരു കാര്യം, ഞാൻ മരിക്കും. അത്രയധികം ഉറപ്പുള്ളൊരു കാര്യം വേറല്ല. മരിച്ചതൊക്കെ ജനിക്കുമെന്ന് ശാസ്ത്രം പറഞ്ഞു തരണം, അല്ലെങ്കിൽ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. പക്ഷെ ജനിച്ചത് മരിക്കും എന്നുള്ളതിൽ ഒരു ശാസ്ത്രവും വേണ്ട. അഥവാ അതന്നെയാണ് ശാസ്ത്രം. ശാസിക്കുന്നതിലൂടെ നമ്മെ മനസ്സിലാക്കിച്ചു തരുന്നത് ഏതോ അതാണല്ലോ ശാസ്ത്രം. നിർദ്ദേശിക്കുന്നതിലൂടെ, ഉപദേശിക്കുന്നതിലൂടെ, കാണിക്കുന്നതിലൂടെ അല്ലേ. അപ്പൊ അത്രയും പ്രമാണമായിട്ട് വേറെ ഒന്നുമില്ല. ഏതായാലും ആ ശരീരം മരിക്കുമെന്നും ഒക്കെ വ്യവഹരിക്കുന്നത് ഒക്കെ ഞാൻ മരിക്കും, ഞാൻ ജനിക്കും എന്ന അർത്ഥത്തിലാണല്ലോ. അതുകൊണ്ട് അതെങ്ങനെ എന്ന് പറയുന്നത്? ദേഹേന്ദ്രിയ ഗുണാൻ കർമാൻ, ദേഹേന്ദ്രിയ ഗുണാൻ കർമാൻ അമലേ സച്ചിദാത്മനി അധ്യസ്യന്ത്യ വിവേകേന ഗഗനേ നീലദാദിവത്. പാഠഭേദം ഉണ്ടോ? ഇല്ല. ഇവിടെ മായയിൽ നിന്ന്, മായാകാര്യങ്ങളായ അഹങ്കാരം, മമത ഇവയിൽ നിന്നും സമ്പൂർണ്ണ മുക്തനായ അതിനെ പറയുന്ന പേരാണെന്ത്? നിർമ്മലനായ എന്നാണ്. ദേഹേന്ദ്രിയ ഗുണാൻ കർമ്മങ്ങൾ, ദേഹേന്ദ്രിയ ഗുണങ്ങളാണ് ഗുണങ്ങളും കർമ്മങ്ങളും. അമലേ സച്ചിദാത്മനി, അമലേ, അമലേ എന്ന് പറഞ്ഞാൽ നിർമ്മലനായ, നിർമ്മലനായ സച്ചിത്, സത്ത് ചിത്ത് ആയിരിക്കുന്ന ആത്മാവിനെ, ഈ ആത്മാവിൽ എന്താ ചെയ്യുന്നത്? ആരോപിക്കുകയാണ്. ആര്? അവിവേകേന, അവിവേകം കൊണ്ട്, അവിവേകികള്. എങ്ങനെ? ഗഗനെ നീലദാദിവത്. എന്താ ചെയ്യണത്? വ്യക്താണോ? എങ്ങനെ ആരോപിക്കുന്നത്? ഒരു വസ്തുവിൽ മറ്റൊരു വസ്തുവിന്റെ ആരോപണത്തെയാണ് എന്ത് പറയുക? ഒരു വസ്തുവിൽ മറ്റൊരു വസ്തുവിന്റെ ആരോപണത്തെ പറയുന്ന പേരെന്താ? അധ്യാസം. ആ അധ്യാസം എങ്ങനെയാണെന്ന് പറയുക ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? സന്ധ്യാസമയത്ത് കയറ് കണ്ടു, പാമ്പാണെന്ന് ധരിക്കും. അത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതേപോലെ ഇല്ലേ? അപ്പൊ അത് വാസ്തവത്തിൽ എന്താണ്? കയറൊരിക്കലും പാമ്പായിട്ടില്ല. ഇതേപോലെ ദേഹേന്ദ്രിയങ്ങളുടെ ഗുണകർമ്മങ്ങൾ
മാത്രമല്ല അന്ധക്കരണ ധർമ്മങ്ങൾ പോലും ഏതിനെ ബാധിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു? അധ്യസിക്കുന്നു. ഏതിലേക്ക്? ആത്മാവിലേക്ക്. അന്ധക്കരണ ധർമ്മങ്ങൾ പോലും. അന്ധക്കരണം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പൊ മനസ്സിന്റെ എടുത്താൽ മതി. മനസ്സിന്റെ സങ്കല്പങ്ങൾ പോലും എന്ത് ചെയ്യുന്നു? നമ്മൾ ആത്മാവിൽ ആരോപിക്കുന്നു. അതുകൊണ്ട് ശരീരേന്ദ്രിയങ്ങളുടെ ജനന മരണാദികൾ ശരീരത്തിന്റെ ഗുണങ്ങളും കിടക്കുക, എഴുന്നേൽക്കുക, എടുക്കുക മുതലായ കർമ്മങ്ങളും ആണ്. ഏത്? ആരുടെ കർമ്മങ്ങളാണ്? ആത്മാവിന്റെ അല്ല. ആരുടെ? ശരീരത്തിൻ്റെതാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ശരീരത്തിന്റെ കർമ്മങ്ങളാണ് ഇത് കിടക്കുക, എഴുന്നേൽക്കുക മുതലായവകൾ എന്ന് പറഞ്ഞതിലൂടെ ഇതൊക്കെ ശരീരത്തിന്റെ കർമ്മങ്ങളാണ്. ശരീരത്തിന്റെ ഗുണങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ജനനം, മരണം. അല്ലേ? ആദി പറഞ്ഞത് കൊണ്ട് വേറെയുണ്ട്. ഏതൊക്കെയാ? വയസ്സായിട്ട് പല്ല് കൊഴിയുന്നത്, തല നരയ്ക്കുന്നത്, അല്ലേ? ഇതൊക്കെ ഏതാണ്? ബാല്യം, കൗമാരം, യൗവനം, ജര, തഥാ ദേഹാന്തര പ്രാപ്തി. ഇതൊക്കെ ദേഹാന്തര പ്രാപ്തി. ഇതൊക്കെ ശരീരത്തിന്റെ ഗുണങ്ങളാണ്. അപരിഹാര്യങ്ങളായ ഈ കാര്യത്തിൽ ദുഃഖിക്കണ്ട. ദുഃഖിക്കാൻ കാരണം ആത്മാവിൽ അധ്യസിക്കുന്നത് കൊണ്ടാണ്. പിന്നെ പറയുന്നു, കിടക്കുക, ഞാൻ അത് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തിട്ട്, ഞാൻ ഇങ്ങനെ പുണ്യകർമ്മം ചെയ്തു, ഞാൻ ഇങ്ങനെ പാപകർമ്മം ചെയ്തു, അയാൾ നല്ലത് ചെയ്തു, ഇയാൾ ചീത്ത ചെയ്തു. ഇതൊക്കെ പറയുന്നത് ഏതുകൊണ്ടാണ്? അതൊക്കെ ഈ ശരീരത്തിന്റെ കർമ്മങ്ങളാണ്. മറ്റത് ഗുണങ്ങളാണെങ്കിൽ ഇത് കർമ്മങ്ങളാണ്. അതും രണ്ടും ഏതിലേക്ക്? ആത്മാവിലേക്ക് ആരോപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, എന്ത്? മരിച്ചു പോയി, ആത്മാവ് പോയി, അല്ലേ? ആത്മാവ് വിട്ടുപോയിരിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ആത്മാവിന് എന്താണ്? എപ്പോഴെങ്കിലും അശാന്തി ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. എപ്പോഴും ശാന്തി. അതുകൊണ്ട് അതുപോലെ ഉത്സാഹം, മന്ദത, ബധിരത്വം, അന്ധത്വം, ഇതൊക്കെ എന്താണ്? ആരുടെ ഗുണങ്ങളാണ്? വേർതിരിച്ച് പഠിക്കുക. എങ്ങനെ വേർതിരിച്ച് പഠിക്കുക? അത് ആരുടേതായിരിക്കും? ഉത്സാഹം. നല്ല ഉത്സാഹമുണ്ട് ഒരാൾക്ക്. ചിലര് മന്ദന്മാരായിട്ടിരിക്കുക, ചിലരോ ബധിരത്വം, ചിലർക്കോ അന്ധത്വം. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാ? അത് ആരുടെ ഗുണങ്ങളാ? ആത്മാവിന്റെ അല്ല. ആരുടെ? ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങൾ. അല്ലെ? ഇന്ദ്രിയങ്ങളെ മാത്രമുള്ള, വേറെ ആർക്കും കൊടുക്കില്ല. ആ ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളായിട്ടാണ് പറയുക. നടക്കുക, ഇരിക്കുക, കാണുക, കേൾക്കുക മുതലായവ കർമ്മങ്ങളാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഉത്സാഹം ഉണ്ടാവാൻ കാരണം, മന്ദത ഉണ്ടാവാൻ കാരണം, ബധിരത്വം ഉണ്ടാവാൻ കാരണം, അന്ധത്വം ഉണ്ടാവാൻ കാരണം, ഇതൊക്കെ അല്ലേ? മുഖമൊക്കെ ഒന്ന് അല്ലേ കുറച്ചൊക്കെ ഒന്ന് ഇതായി. അപ്പൊ എന്തായി? എന്തോ ഒരു ഉത്സാഹക്കുറവ്, ഉന്മേഷമില്ലാത്തത് എന്താ? ഇതൊന്നും ആത്മാവില്. അപ്പൊ ആത്മാനുസന്ധാനം ചെയ്യുന്നതിൽ ഒരു ഗുണം ഉണ്ടാവണില്ലേ എന്ന് ചോദിച്ചൂടെ? അങ്ങനെ ചോദിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, അത് താദാത്മ്യ ബുദ്ധി കൊണ്ടാണ്. ഞാൻ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ ആത്മാവിലേക്ക്, കുറവുകളൊക്കെ ഇത് വേർപെടുത്തുക ചെയ്യും. അജ്ഞാനാത്മാനസോപാദേ കർത്തൃത്വാദീനി ചാത്മനി കൽപ്യന്തേ മുഗദേ ചന്ദ്രേ ചലനാദി യഥാംബസ. വെള്ളത്തിലുണ്ടാവുന്ന ചലനം അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചന്ദ്രന്റെ ചലനമാകുന്നത് പോലെ ഇതായിരിക്കുക. വെള്ളത്തിൽ ചന്ദ്രന്റെ പ്രതിബിംബം കണ്ടു, വെള്ളം ഇളകി, വെള്ളത്തിലൊരു കല്ലിട്ടപ്പോൾ വെള്ളം ഇളകി, വെള്ളം ഇളകിയപ്പോൾ എന്തായി? ചന്ദ്രൻ ഇളകുന്നതായിട്ട്. ഇതുപോലെ നമ്മുടെ ഉത്സാഹത്തിനും നമ്മുടെ മന്ദതയ്ക്കും നമ്മുടെ ഓരോ ഭാവ വ്യത്യാസങ്ങൾക്കും ആരെ നമ്മൾ ആരോപിച്ചത്? അക്ക ആത്മാവില്. ഞാൻ ക്ഷീണിതൻ, ഞാൻ എനിക്കൊരു ഉത്സാഹമില്ല, ഒക്കെ ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് പറയാം. അതുകൊണ്ട് പ്രതിബിംബിച്ചിരിക്കുന്ന ചന്ദ്രന്റെ ചലനമാകുന്നുവോ അതുപോലെ അവിവേകം നിമിത്തം മനസ്സാകുന്ന ഉപാധിയുടെ
കർത്തൃത്വം മുതലായ ധർമ്മങ്ങൾ അജ്ഞാനം ഹേതുവായിട്ട് ആത്മാവിൽ കൽപ്പിക്കപ്പെടുന്നു. ഓരോന്ന് വേർതിരിച്ചെടുത്ത് പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്തെല്ലാം അലട്ടുന്നുണ്ടോ അതൊക്കെ മനസ്സാകുന്ന ഉപാധിയുടെ കർത്തൃത്വം, ഭോക്തൃത്വം, സുഖം, ദുഃഖം മുതലായതെല്ലാം മനസ്സാകുന്ന ഉപാധിയുടെ, അതായത് അന്ധകരണത്തിന്റെ, മൊത്തം മനസ്സിലാക്കണം, അന്ധകരണത്തിന്റെ ധർമ്മമാകുന്നു. ഏത്? കർത്തൃത്വം. എന്താ കർത്തൃത്വം? ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അല്ലേ? ഭോക്തൃത്വം, എനിക്ക് അത് അനുഭവിച്ചു, ഞാൻ ഇതനുഭവിച്ചു എന്നുള്ളത്. സുഖം, ദുഃഖം, ഇതെല്ലാം മുതലായ എന്ന് പറഞ്ഞുകൊണ്ട് മാനോ അപമാനോ ഒക്കെ എടുത്തോളൂ. ഇതൊക്കെ എവിടെയാണുള്ളത്? മനസ്സാകുന്ന ഉപാധിയുടെ ധർമ്മമാണ്. അത് നമ്മളെവിടെ ആരോപിച്ചു? എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്കൊരു സമാധാനമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരാണ് സമാധാനം ഇല്ലാത്തത്? മനസ്സിന് സമാധാനം ഇല്ലാത്തത് എനിക്ക് സമാധാനം ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എപ്പോഴും സമാധാനമുള്ള ആൾ തന്നെയാണ്, ഞാൻ എപ്പോഴും ശാന്തൻ തന്നെയാ. പക്ഷെ എന്തുണ്ടായി? അന്ധകരണത്തിന്റെ, മനസ്സിന്റെ അവിടെ വേറെ പ്രശ്നമുണ്ട്. ഈ മനസ്സ് എന്നുള്ളത് എങ്ങനെയുണ്ടാവണത്? മനസ്സ് അസ്വസ്ഥമാവാനുള്ള കാരണം എന്താണ്? ഈ മനസ്സിന്റെ കർത്തൃത്വം, ഭോക്തൃത്വം, സുഖം, ദുഃഖം, മാനം, അപമാനം മുതലായവ ആത്മാവിൽ ആരോപിക്കപ്പെടുകയാണെങ്കിൽ അപ്പോ മനസ്സിനെ ശുദ്ധമാക്കാനാണ്. അത് ഒപ്പത്തിനൊപ്പം മനസ്സിലാക്കണം. ഇത് ആത്മധർമ്മങ്ങളല്ല, ഇത് മനസ്സിന്റെ ധർമ്മങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിനെ കൊണ്ട് മനസ്സിനെ ധർമ്മത്തിൽ ചലിപ്പിക്കാൻ, നടത്തിക്കാൻ ആര് വിചാരിക്കണം? തന്നെ മനസ്സുണ്ടാവണം. കാരണം കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മവശമാണ് മനസ്സേ. എന്നിട്ട് അതില് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് മനസ്സിന് സമാധാനമില്ലല്ലോ, എനിക്ക് ശാന്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കാരണം അത് ആത്മധർമ്മങ്ങളല്ല, അത് മനസ്സിന്റെ ധർമ്മങ്ങളാണ്. മനസ്സ് ആരുണ്ടാക്കിയ മനസ്സാ? എന്റെ മനസ്സ്. ഞാൻ തന്നെ നിത്യവും വെള്ളവും വളവും കൊടുത്ത് അല്ലേ ഉണ്ടാക്കി നട്ട് വളർത്തിയതാ, വേറെ ആരുമല്ല. അതുകൊണ്ട് അതിനെ നന്നാക്കിയെടുക്കേണ്ടത് ആത്മാവ് നന്നാക്കിയെടുത്തോളും സാധ്യമല്ല. എന്താ അത് ടോർച്ച് അടിച്ചേരുള്ളൂ. അതുകൊണ്ട് ഉപാധിയുടെ അന്ധകരണത്തിന്റെ ധർമ്മമാകുന്നു, ആത്മധർമ്മങ്ങളല്ല. ആണെങ്കിൽ അവ നിത്യങ്ങളും സർവവ്യാപകങ്ങളും ആകേണ്ടതാണ്. യുക്തിയാണ് അവിടെ, ശ്രുതി യുക്തി അനുഭവം. ആണെങ്കിൽ ഏത്? കർത്തൃത്വം, ഭോക്തൃത്വം, സുഖം, ദുഃഖം, മാനം, അപമാനം എന്നിവ ആത്മധർമ്മങ്ങളാണെങ്കിൽ അത് മാറി മാറി വരുന്നുണ്ടല്ലോ. നിത്യനായ ആത്മാവിന് അനിത്യങ്ങളായവ വരാൻ സാധ്യമല്ലല്ലോ. പറഞ്ഞ മനസ്സിലായി? യുക്തി മനസ്സിലായില്ലേ അവിടെ? അപ്പോ ആത്മാവിൽ കർത്തൃത്വം, എപ്പോഴും കർത്തൃത്വമില്ല, എപ്പോഴും ഭോക്തൃത്വമില്ല. ഇവിടെ എപ്പോഴും സുഖമില്ല, എപ്പോഴും ദുഃഖമില്ല, എപ്പോഴും മാനോ അപമാനോ ഒന്നുമില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് നിത്യനായ ആത്മാവിൽ അനിത്യങ്ങളായ ഈ ആഗമാവായികളാൽ അത് ബാധിക്കപ്പെടുന്നതല്ല എന്നുള്ളതിന് പ്രമാണം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. നോക്കണേ, ശ്രുതി യുക്തി അനുഭവത്തിന്റെ തലത്തിലൂടെയാ പോണത്. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നുണ്ട്, നിത്യങ്ങളും സർവവ്യാപകവുമാണ് ഇത് ആത്മതത്വം. അതിൽ അനിത്യവും അല്പവ്യാപകവുമായത് ഉണ്ടാവാൻ വഴിയില്ല, അല്ലേ? സുഖം സർവ്വവ്യാപകമല്ലല്ലോ, ദുഃഖം സർവ്വവ്യാപകമല്ലല്ലോ, അല്പവ്യാപകമല്ലേ? എല്ലാവരും സുഖികളും ഒരേ സമയത്ത് എല്ലാവരും സുഖികളാവും, അങ്ങനെയല്ല. ഒരേ സമയത്ത് എല്ലാവരും ദുഃഖികളാവും, അങ്ങനെയല്ല. അടുത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ എന്തുണ്ടാവും? ഒരാൾ സുഖി, ഒരാൾ ദുഃഖി, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആത്മാവിന്റെ ധർമ്മം എന്ന് പറയുകയാണെങ്കിൽ അത് എപ്പോഴും ഉണ്ടാവേണ്ടതായിരുന്നു. അതിന് അനിത്യം ഉണ്ടാവാൻ വഴിയില്ല. പിന്നെയോ സർവ്വവ്യാപകവും ആവേണ്ടതാകണം. കാരണം ആത്മാവിന്റെ ഗുണം എന്താ പറഞ്ഞത്? സർവ്വവ്യാപിയാണ് ആത്മാ, അല്പവ്യാപിയല്ല.
അതിന് വിപരീതമാണ് ഏത്? ഈ കർത്തൃത്വാദി സംസാരങ്ങളിൽ നിന്ന് ഉള്ള മോചനം, സമ്പൂർണ്ണ മുക്തമായ അവസ്ഥ ആത്മാവിനുണ്ട് എന്നുള്ളതിന് തെളിവുമുണ്ട്. എന്താ തെളിവ്? കർത്തൃത്വാദി സംസാരങ്ങളിൽ നിന്ന്, കർത്തൃത്വാദി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം, കർത്തൃത്വം തുടങ്ങിയവയാണ് എന്നാണ്. കർത്തൃത്വം, ഭോക്തൃത്വം, സുഖം, ദുഃഖം, മാനം, അപമാനം, നിന്ദാസ്തുതി തുടങ്ങിയവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? സംസാരം. അല്ലേ? നല്ല സാരമുണ്ട് എന്ന് തോന്നി, അകത്തി എന്നപ്പോ മനസ്സിലായി എന്ത്? ഒരു സാരവും ഇല്ല. അങ്ങനെയുള്ള ആ കറക്കം എന്നുള്ളതോടുകൂടി, കറക്കാണല്ലേ? ഇപ്പൊ സുഖാണ്, ദുഃഖം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം, ഇങ്ങനെ മാറി മാറി വരുന്ന, കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ സംസ്കൃതിയോടൊത്ത സംസാരം ഏത്? അതിൽ നിന്ന് സമ്പൂർണ്ണ മുക്തമായ അവസ്ഥ ആത്മാവിനുണ്ട് എന്ന് തെളിവുണ്ട്. ആത്മാവിലേക്ക് അത് ആരോപിക്കരുത്, മറ്റത് പക്ഷെ മുക്തമായത്, സുഖം, ദുഃഖം, മാനം, അപമാനം, നിന്ദ, സ്തുതി, കർത്തൃത്വം, ഭോക്തൃത്വം തുടങ്ങിയവയിൽ നിന്ന് ഒന്നിനാലും ബാധിക്കപ്പെടാത്ത മുക്താവസ്ഥ ആർക്കുണ്ട്? ആത്മാവിനില്ലേ? എങ്ങനെ? തത്വശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിതോ. അവിടെ ശാസ്ത്രം ഏതാണ്? ശ്രുതിയാണോ, യുക്തിയാണോ, അനുഭവമാണോ? ഇതുവരെ യുക്തിയാ വന്നത്. ശ്രുതിയാണോ, യുക്തിയാണോ, അനുഭവമാണോ ആത്മാവിൽ കർത്തൃത്വ ഭോക്തൃത്വാദി അഭിമാനങ്ങൾ ഇല്ല എന്നതിന് തെളിവേതാ? എന്താ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ? സുഷുപ്തിയിൽ കർത്തൃത്വമോ ഭോക്തൃത്വമോ സുഖമോ ദുഃഖമോ ഒന്നും ആനന്ദമാണ്. അപ്പോ അത് ശരീരാദികളുടെ അല്ല, ആണോ? അതുകൊണ്ട് തെളിവാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിന് അത് മാത്രം പോരാ, വേറെയുണ്ട് തെളിവ്. എന്താ തെളിവ്? സുഷുപ്തി മാത്രം പോരാ, സുഷുപ്തി വേദാന്തം മാത്രമല്ല, പിന്നെന്താ? പ്രത്യക്ഷം. ഏതാ? സമാധിസ്ഥിതി. സമാധിസ്ഥന്മാർ സമാധിയിലും സുഷുപ്തിയിലും ഏതുണ്ട്? ആത്മാവിന് കർത്തൃത്വം ഭോക്തൃത്വം സുഖം ദുഃഖം മാനം അപമാനം എന്നിവ ഇല്ല. ആദ്യത്തേക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? സമാധി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, പ്രശ്നമാവും. അങ്ങനെയല്ല. ജീവിച്ചിരിക്കുമ്പോൾ സമാധിസ്ഥൻ, മരിച്ചാലും സമാധി തന്നെ. ജീവിച്ചിരിക്കുമ്പോ സമാധിസ്ഥൻ അല്ലെങ്കിൽ അയാൾ മരിച്ചാലും അല്ല. സമാധി ഇരുത്തിയോണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നൊരു ചടങ്ങ്. അതെ, സമമായ ബുദ്ധി എന്ന് ഇവിടെ പറയാൻ വയ്യ, ബുദ്ധിയും കൂടി ഇതിൽ കൊണ്ടുവന്നു. അത് അധ്യാസമാണ്. എന്നാൽ ബുദ്ധി അതിന്റെ അടുത്തുള്ളതായതുകൊണ്ട് അതിനെ എടുത്തു പറയുന്നു, അത്രയേ ഉള്ളൂ. ബുദ്ധി ആത്മാവിനോട് അടുത്ത് നിൽക്കുന്നതൊന്നും അടുത്തും അകലേക്ക് ഉണ്ടോ എന്ന് ചോദ്യം വരും. ഏതായാലും അങ്ങനെ പറയുന്നത് കൊണ്ട് പറയാം, അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ ആത്മാവില് ഇതൊന്നും ഇല്ല എന്നുള്ളത് ആത്മസാക്ഷാത്കാരം നേടിയ സമാധിസ്ഥന്മാരായിരിക്കുന്ന ആളുകളും തെളിവാണ്. അത് നമുക്ക് അത് കാണാം. പിന്നെയോ നമുക്ക് തന്നെ നിത്യവും അനുഭവമാണ്. സുഷുപ്തിയിൽ എത്രത്തോളം കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതെയായോ അത്രയും സുഖമുണ്ട്. എത്രത്തോളം എൻ്റെ ഞാനും ഉണ്ടോ അത്രത്തോളം ദുഃഖമാണ്, പ്രശ്നങ്ങളാണ്. അതില്ലാതായപ്പോ എന്തായി? അല്ലേ? എൻ്റെ ശരീരം എന്നുള്ളത് പോലും ഇല്ല. വെളുത്തത് കറുത്തത് സ്ത്രീ പുരുഷൻ എന്നുള്ളതൊക്കെ വ്യത്യാസം പോട്ടെ, അതിന് സംബന്ധമായ മറ്റു വിഷയങ്ങളൊക്കെ പോട്ടെ, ശരീര സംബന്ധികളാണല്ലോ ബാക്കിയെല്ലാം. അത് ഒന്നുമില്ല. കേവലനായ ഞാൻ, കേവലൻ, കലർപ്പില്ലാത്ത, അവിടെയാണ് സുഖം ഉള്ളത്. അതുകൊണ്ട് അവിടെ ആത്മാവ് മാത്രം, ഞാനായത് ആത്മാ.
അതുകൊണ്ട് ഇത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഏത്? സുഷുപ്തിയും സമാധിയും. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ എന്ന് ഗീതയിലും പറയുന്നുണ്ട്. അത് ഈ സമാധിസ്ഥിതിനെ കുറിച്ച് ശാസ്ത്ര പ്രമാണമാണത്. ഏത്? പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. കർത്തൃത്വാദി ധർമ്മങ്ങൾ ആത്മധർമ്മങ്ങൾ അല്ലെന്ന് ഏതിലുണ്ട്? ശ്രുതിയും സ്മൃതിയും ഒക്കെ പറയുന്നുണ്ട്. കർത്തൃത്വാദി ധർമ്മങ്ങൾ ആത്മധർമ്മങ്ങൾ അല്ലെന്ന് ശ്രുതിയും സ്മൃതിയും പറയുന്നുണ്ട്. നേരെ മറിച്ച് അന്ധക്കരണ ധർമ്മങ്ങൾ മാത്രമാണെന്നും അന്വയ വ്യതിരേകങ്ങൾ കൊണ്ട് തെളിയിക്കാം, കാണിക്കാം എന്നാണ് ഏതിൽ പറയുന്നത്? ഇതിൽ പറയുന്നത്. അന്വയ വ്യതിരേകങ്ങൾ. അന്വയ വ്യതിരേകം എന്ന് വേർതിരിക്കുക. അന്വയിക്കാൻ പറ്റുന്നത് അന്വയിക്കുക, സമന്വയിക്കാൻ പറ്റുന്നത്. അപ്പോ ഏതിനോട് ഏതാവാം? ആത്മധർമ്മങ്ങളായിട്ട്. ആത്മാവിന് ധർമ്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വതസിദ്ധമായ ഭാവം ഏതായിരിക്കണം? അതായത് ഈ സർവവ്യാപകമല്ലാത്ത, എപ്പോഴും ഇല്ലാത്ത, അല്പകാലസ്ഥിതമായിരിക്കുന്ന ഒന്നും തന്നെ ആത്മാവിൽ ആരോപിക്കരുത്. നിത്യമായിരിക്കുന്ന സർവവ്യാപകമായിരിക്കുന്ന എന്തുണ്ടോ അതൊക്കെ നമുക്ക് ആത്മാവിലേക്ക്, അല്ലേ, ആത്മധർമ്മങ്ങളാണെന്ന് പറയാം. അപ്പോ പരിധിക്കുള്ളിലുള്ളത്, പരിമിതമായത്, നമ്മുടെ ദൃഷ്ടികോണിലേക്ക് സുഖം, ദുഃഖം, മാനം, അപമാനം, ഇതൊക്കെ സുഖമാവട്ടെ, ദുഃഖമാവട്ടെ, മാനമാവട്ടെ, നിന്ദയാവട്ടെ, ചൂടാവട്ടെ, തണുപ്പാവട്ടെ, മാറാതെ നിലകൊള്ളുന്ന ഞാൻ. അതെങ്ങനെയാ? നമുക്ക് ആയിക്കൂടെ? ആയിക്കൂടെ? ആവാൻ പറ്റും അല്ലേ? ഒന്നിലും ബാധിക്കപ്പെടാതെ. അപ്പൊ പറയാന്ത്? ആത്മാ, അഹം ബ്രഹ്മാസ്മി. അപ്പൊ ഉപദേശം ഉണ്ടോ? തത്വമസി. അഹം ബ്രഹ്മാസ്മി എന്നാണെങ്കിൽ തത്വമസി ഉപദേശം ഉണ്ടാവണ്ടേ? ഉണ്ടാവോ? അവിടെ ഉപദേശിക്കാൻ വേറൊരാളില്ല. അതുകൊണ്ട് ആരാണോ അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിച്ചിരിക്കുന്നത് അയാളുടെ ഭാവമാണ്. ഏത്? അയാൾക്ക് അതേ കൊടുക്കാനുള്ളൂ. കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിൽ പറഞ്ഞതാണ്, വാക്കുകളല്ല. ബാക്കിയൊക്കെ എന്താണ്? ആത്മധർമ്മങ്ങളെ അല്ല അയാൾ ഉപദേശിക്കുന്നത്. പിന്നെ എന്തിനാ ഉപദേശിക്കുന്നത്? അനാത്മധർമ്മങ്ങളെയാണ്. പിന്നെ എന്തിനാ അത് പറഞ്ഞത്? അന്വയ വ്യതിരേകേന, വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ആത്മധർമ്മങ്ങളാണെന്ന് വിചാരിച്ചുള്ള ഓട്ടം നിന്നു കഴിഞ്ഞു. പിന്നെ എന്തിനാ? ആത്മാവല്ല ഞാൻ, ഈ കാണപ്പെടുന്ന ശരീരസംഘാതത്തെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അതിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം പോകുന്നത്. തെറ്റിദ്ധാരണ നീങ്ങി. ആത്മാവിനെ നേരെയാക്കി എടുക്കാനാണെന്ന് പറഞ്ഞാൽ, അല്ലേ? നാളെ ഒരാൾ പറഞ്ഞു ക്ഷേത്രം, ഈശ്വരന് ക്ഷേത്രം വേണം എന്ന് പറഞ്ഞ പോലെ. ഈശ്വരൻ വിചാരിക്കുക എന്ത്? ഇന്നവരൊക്കെ ഒന്ന് പൂജിക്കട്ടെ. ഈശ്വരന് വേണമെങ്കിൽ ഈശ്വരൻ നടത്തട്ടെ എന്നാ. അതെ, അമ്പലം ഉയരണോ, എന്ത് വേണോ? ഈശ്വരന് കഴിവില്ലേ? നാളെ ഒരു അമ്മ പറഞ്ഞതാ, കേസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ, ശിവക്ഷേത്രത്തിന്റെ കേസാ, കുറെ ഭൂമി ഒക്കെ പോയിട്ടുണ്ട്. അപ്പോ ശിവന് ശക്തി ഉണ്ടെങ്കിൽ കേസ് ജയിക്കുന്നു. പിന്നെന്തിനാ നമ്മളൊക്കെ ചെയ്യണം? പറഞ്ഞു മനസ്സിലായില്ല? നിങ്ങളൊക്കെ വെറുതെ എന്തിനാണ് ചെയ്യണത്? കാരണം കേസ് കൂടി 12 കൊല്ലായിട്ടുണ്ട്. ഇതുവരെ കേസ് തുമ്പ് കിട്ടിയില്ല. കുറെ പൈസയും ചെലവാക്കി. അപ്പോഴാണ് ഏത് ഈ വെളിപാടുണ്ടായത്. ഏത്? ദേവന്റെ സ്വത്തല്ലേ, ദേവനെ സംരക്ഷിക്കാൻ കഴിയില്ലേന്നേ. വേറെ ചിലര് ചോദിക്കുന്ന കള്ളം കയറിയത് എന്തുകൊണ്ടാ? ദേവന് ശക്തിയില്ലാണ്ടല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആരോപിക്കും. ആരോട്? ദേവനിലേക്ക് ആരോപിക്കും. ദേവൻ അമ്പലം കയറ്റിക്കോട്ടെ, നമ്മളിങ്ങനെ വെറുതെ വായും പൊളിച്ചിരുന്നാ മതി, അല്ലെ? ഒരു പണിയും ചെയ്യണ്ട. ഏതായാലും ദൈവഹിതല്ലേ. ബലിയസി കേവലം ഈശ്വരേച്ച. നാളെ എന്തോ ഒരു ചോദ്യം, നാളെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, അല്ലേ? എന്തായാലും ചർച്ച ഇന്നലകളിൽ നമ്മൾ ഉറപ്പിച്ചതല്ലെന്ന് നടക്കുന്നത്, അല്ലേ? അതല്ലേ എന്നാ എന്താ ചർച്ച? ആണോ? ഉറപ്പ്? സുഖല്ലേ?
മാറ്റാനധികാരം നമുക്കുണ്ടെങ്കിൽ സുഖല്ലേ? പിന്നെന്താ പ്രശ്നമുള്ളത്? നമ്മൾ ആരും ദുഃഖികളാവില്ല. നാളെ എന്ത് നടക്കണോ ഞാനാണ് തീരുമാനിക്കും. ഞാൻ എന്നുള്ളത് ആത്മധർമ്മമാണ്. അങ്ങനെയാണോ സംഭവിക്കണത്? നാളെ നമ്മൾ എന്താവും എന്നുള്ളത്? ആത്മധർമ്മങ്ങൾ ആരോപിക്കരുത്. അന്വയ വ്യതിരേകേണ രണ്ടു മണി കൂട്ടിക്കലർത്തരുത് എന്നാണ് പറഞ്ഞത് അല്ലേ? എന്താ മാറ്റർ സ്വീകരിക്കുന്നു ഏതിനനുസരിച്ച്? നാളെ ഞാനൊരു മനുഷ്യനാവണം എന്ന് ആഗ്രഹിച്ചാൽ മതിയോ? എങ്ങനെ പ്രവർത്തിക്കണം? അന്വയ വ്യതിരേകേണ. എങ്ങനെ പ്രവർത്തിക്കണം? നാളെ ഞാനൊരു മനുഷ്യൻ തന്നെ ആവണം, അല്ലെങ്കിൽ ഒരു പൂച്ചയാവണം, ഒരു പട്ടിയാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്നെയാണ് ആവുക, സമ്മതിച്ചു. അങ്ങനെ ആവണമെങ്കിൽ എങ്ങനെ ഞാൻ പ്രവർത്തിക്കണം? സംഗതിയൊക്കെ സമ്മതിച്ചു. അങ്ങനെ ആവുമോ? ചർച്ച വരട്ടെ, നടക്കട്ടെ. നാളെ ഞാൻ മനുഷ്യനാവണം എന്ന് ഞാൻ ഇപ്പോ വിചാരിച്ചാൽ നാളെ മനുഷ്യനാവും. നമുക്ക് പുസ്തകമൊക്കെ മടക്കി വയ്ക്കാം. നാളെ ഞാൻ മനുഷ്യനാവണം എന്ന് പറഞ്ഞാൽ മനുഷ്യനാവോ? എന്താ അഭിപ്രായം? അന്വയ വ്യതിരേകേണ എങ്ങനെ ഞാൻ മനസ്സിലാക്കും? മനുഷ്യനാവണം എന്ന് വിചാരിച്ചിരുന്നുകൊണ്ടോ അങ്ങനെ പാടിയിരുന്നത് കൊണ്ടോ മനസ്സിന്റെ ധർമ്മങ്ങള് അനുസരിച്ച് സങ്കല്പിച്ചിരുന്നത് കൊണ്ടോ കാര്യമില്ല. പിന്നെന്താ വേണ്ടത്? മനുഷ്യേതരമായ പ്രവർത്തികളും ചെയ്യുകയാണെങ്കിലോ മനുഷ്യജന്മം കിട്ടില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞില്ലേ, ഒരു ലഡു തിന്നണം എന്നുള്ള ആഗ്രഹമാണ്. അതും ഒരു ഭാഗത്തൂടെ കൈ നീട്ടുന്നുണ്ട്. അത് വായിൽ വെച്ചിട്ടാണ് പറയണത്. എന്ത് പറയണത്? ലഡു വായിൽ വെച്ചിട്ട് എന്ത് രുചിയാണ് എന്നിങ്ങനെ സങ്കല്പിച്ചിരിക്കുമ്പോഴാണ് പറയണത് നാളെ എനിക്ക് മനുഷ്യനാവണം. ഉറപ്പ് നാളെ മനുഷ്യനല്ലാവുന്നത് ബേക്കറിയിൽ വെച്ച ഭരണിയില് ഒരു ലഡു തിന്നാൻ വേണ്ടി ഒരു ഉറുമ്പായി വരണം. മനുഷ്യനാവില്ല. അതുകൊണ്ട് സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോ അവിടെ എന്തിന്റെ സങ്കല്പങ്ങള്? ആത്മബോധം എന്താണെന്ന് സങ്കല്പിക്കണം. ഞാൻ ആരാണെന്നുള്ള അറിവിൽ നിന്നുള്ള സങ്കല്പം. അറിവാണ് നിദാനം. അല്ല ഞാൻ ശരീരമാണ് എന്ന് മനസ്സിലാക്കുന്ന കാലത്തോളം സങ്കല്പിച്ചിരുന്നാൽ എന്തുണ്ടാവും? നടക്കില്ല. അതുകൊണ്ട് ആർക്ക് സങ്കല്പിക്കാം? പറഞ്ഞ ശരിയാണ്. ആർക്ക് സങ്കല്പിക്കാം? എനിക്ക് സങ്കല്പിക്കാം. ഞാൻ ആര്? ഇതുവരെ പഠിച്ചത് അന്വയ വ്യതിരേകേണ അല്ലേ? കർത്തൃത്വം, ഭോക്തൃത്വം തുടങ്ങിയവ ആത്മാവിന്റെ അല്ല. ഞാൻ ആത്മാവാണ് എന്ന് സാക്ഷാത്കരിച്ച സംശയലേശമെന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായി? ഇനി ഈ ശരീര സംഘാതങ്ങളെ എന്ത് ചെയ്യണം? ചണ്ടാളക്കുടിലോ രാജകൊട്ടാരത്തിലോ ആയാലും വേണ്ടില്ല, അത് ഉപേക്ഷിക്കാൻ, ഇതിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നു. മമത്വം തുടങ്ങിയവ. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ നാളെ ഇത് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെ ആഗ്രഹിച്ച സുഖല്ലേ? എവിടെയാണ് ഈ ബോധം ഉണ്ടാവുന്നത്? അന്വയ വ്യതിരേകേണ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ എന്താണെന്ന് ശരിക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉയർച്ചയായി. നാളെ ആരാവണം എന്ന് നിശ്ചയിക്കുന്നതും ഞാനാണ്. ഇനി വേണ്ടേ? ആത്മാവ് എന്താണെന്നും ശരീരസംഘാതങ്ങൾ എന്താണെന്നും വേർതിരിച്ചറിഞ്ഞു. നാളെ എനിക്കൊരു പൂച്ചന്നെ ആവണം എന്ന് സങ്കല്പിച്ചാൽ അതാവാം. കാരണം വെച്ചാൽ ഒരു പൂച്ചേൻ്റെയും കൂടി ആയിക്കോട്ടെ, എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? അപ്പോഴും ജ്ഞാനത്തിന് കുഴപ്പമൊന്നുമില്ല. അതെന്താണ്? അതിന് പറയുന്ന പേരാണ് ലീലാർത്ഥം. മറ്റതോ ഭോഗാർത്ഥം. രണ്ടും വ്യത്യാസമുണ്ട്. വ്യക്തമാണല്ലോ. അന്വയ വ്യതിരേകയാണ് മനസ്സിലാക്കണം. കാരണം മനസ്സിലായില്ല? ഈ ശരീരധർമ്മങ്ങൾ ആത്മധർമ്മങ്ങളിൽ ആരോപിക്കുന്ന കാലത്തോളം എന്തുണ്ടാവും? ഭോഗായതനം. ഭോഗത്തിനുള്ള ആയതനമാണ് ഏത് എന്ന് വിചാരിച്ച്. അപ്പൊ അത് കിട്ടുവോ? അപ്പൊ നാളെ ഞാൻ ആരാവണം എന്ന് വിചാരിച്ചു? മനുഷ്യനാവണം എന്ന് വിചാരിച്ചു. പ്രവൃത്തി എന്തായി?
പ്രവൃത്തി മനുഷ്യനാവാനുള്ള പ്രവൃത്തിയല്ല. പിന്നെന്താ ഉള്ളത്? പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവി ആവാനുള്ളതാവും. അപ്പൊ എന്താവും നാളെ? പറഞ്ഞ മനസ്സിലായില്ല? ഇത് അന്വയ വ്യതിരേകണം മനസ്സിലാക്കണം എന്നാ അപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഈ പ്രകരണത്തിന്റെ ഉദ്ദേശം. സമയം കഴിഞ്ഞു. ഇവിടെ സംശയം ഉണ്ടോ ഇത് പറഞ്ഞതില്? അല്ല, നമുക്ക് തെളിവല്ലേ അത്? നാളെ ഞാൻ മനുഷ്യനാവണം എന്നിങ്ങനെ ആലോചിച്ച് വെറുതെ എങ്ങനെ ഇരുന്ന് പറഞ്ഞിരുന്നാൽ ആവോ? ആവുന്നുണ്ടോ? നാളെ ഞാൻ സുഖിയാവണം എന്ന് ചിന്തിച്ചാൽ സുഖിയാവുന്നു. നാളെ എനിക്ക് രോഗം വരരുത് എന്ന് ചിന്തിച്ചാൽ നാളെ രോഗം വരില്ലേ? എന്താ അഭിപ്രായം? അത് ശരീരധർമ്മത്തെയാണോ ആരോപിക്കേണ്ടത്? ശരീരത്തിന് രോഗം വരില്ലേ? അത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ നാളെ രോഗം വരണം എന്ന് പറഞ്ഞാൽ വരുമോ? വരണ്ടെന്ന് പറഞ്ഞാൽ വരുമോ? വരാതിരിക്കുവോ? പറഞ്ഞു മനസ്സിലായില്ല? നേരത്തെ പറഞ്ഞ വിധത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ എന്താവും? നാളെ രോഗം വരണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്, നാളെ രോഗം വരണ്ട എന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. എന്റെ സംഭവം നോക്കിയിട്ടൊന്നല്ല ശരീരത്തിൽ രോഗം വരുന്നത്. സുഖം വരുന്നു, ദുഃഖം വരുന്നു, മാനം വരുന്നു, അപമാനം വരുന്നതും ഒന്നും എന്റെ സംഭവം നോക്കിയിട്ടല്ല. ആണോ? അല്ല. അപ്പൊ ശരീരധർമ്മങ്ങളെ ആത്മധർമ്മത്തിൽ ആരോപിക്കാൻ പാടുണ്ടോ? ആത്മധർമ്മത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ ആൾക്ക് ലീലാർത്ഥമായിട്ട് നാളെ രോഗം വരുത്തിക്കൂടെ? എന്താ പറഞ്ഞു മനസ്സിലായില്ല? ഇങ്ങനെ അന്വയ വ്യതിരേകേണ രൂപത്തിൽ ആത്മജ്ഞാനി എന്ത് ചെയ്യുന്നു? ശോകത്തെ തരണം ചെയ്യുന്നു. അതേപോലെ ശോകത്തെ വേണമെങ്കിൽ അയാൾക്ക് വാങ്ങാം. അയാൾക്ക് ശോകം ഉണ്ടാവില്ല, അതിനെ കൂട്ടുപിടിക്കുന്നു, സ്വീകരിക്കുന്നു. എന്തിനേറെ അല്ലേ? അതല്ലേ അവതാരം എന്ന് പറയുന്നത്. അപ്പൊ മഹാത്മാക്കളൊക്കെ അവതാരങ്ങളാണ്. അവര് സ്വേച്ഛയാൽ ദുഃഖത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റതോ ദുഃഖം വേണ്ടാന്ന് വിചാരിച്ചു, ദുഃഖം വന്നു ചേർന്നു, സംഗതി കുഴപ്പമായി. പറഞ്ഞു മനസ്സിലായില്ലേ? ഇങ്ങനെ മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവൂ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. പ്രത്യക്ഷമായിട്ട് പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പുണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് അന്വയം വ്യതിരേകേണ മനസ്സിലാക്കണം എന്നർത്ഥം. അന്വയ വ്യതിരേകേണ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് അടുത്ത ശ്ലോകം കൊണ്ട് നിർവഹിക്കും. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.